എസ്എഫ്ഐ നേതാവ് അഭിമന്യുവിനെ PFI ഭീകരവാദികൾ കൊലപ്പെടുത്തിയ കേസിൽ സാക്ഷി വിസ്താരം ഏപ്രിൽ 5-ന് ആരംഭിക്കും. വിചാരണ നടപടികൾ സെപ്റ്റംബറിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. 2018 സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 16 പേരാണ് പ്രതികൾ. 2018 ജൂലൈ 2-നായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ PFI ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദി സംഘം കുത്തിക്കൊലപ്പെടുത്തിയത്. 2018 സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 16 പ്രതികളാണ് വിചാരണ നേരിടുന്നത്. 1500 പേജുള്ളതായിരുന്നു കുറ്റപത്രം. 125 സാക്ഷികളാണുള്ളത്. 2019 പ്രാഥമിക വിചാരണ ആരംഭിച്ചെങ്കിലും കോവിഡ് കാലത്ത് തടസ്സപ്പെട്ടു. പ്രധാന തെളിവുകൾ പലതും ഒളിപ്പിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്ത കേസിൽ സാക്ഷിമൊഴികൾ നിർണായകമാണ്. വിചാരണ നീണ്ടുപോകുന്നതിനിടെ കേസിലെ രേഖകൾ കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. കുറ്റപത്രം അടക്കമുള്ള പ്രധാന രേഖകളായിരുന്നു വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുനഃസൃഷ്ടിച്ച രേഖകൾ പിന്നീട് കോടതിയിൽ സമർപ്പിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, കാഷ്വാലിറ്റി രജിസ്റ്റർ, CRPC മൊഴികളും നഷ്ടപ്പെട്ടിരുന്നു. രേഖകൾ പുനഃസൃഷ്ടിച്ചെങ്കിലും രേഖകളുടെ ആധികാരികത വാദത്തിനിടെ പ്രതിഭാഗം ചോദ്യം ചെയ്തേക്കും. ചോരെഴുത്തിനെ ചൊല്ലിയുള്ള തർക്കത്തിലായിരുന്നു അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയത്. ജനം, കൊച്ചി.